ജാതകം ഭാഗം 3. വളയത്തെ റിസോർട്ടിൽ പെൺകുട്ടിയെ ദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി റിജിൻ ഐസക് നിരപരാധിയാണെന്നും പോലീസും കുറ്റവാളികളും തമ്മിലുള്ള ഒത്തുകളിയാണ് കേസിൽ റിജിനെ കുടുക്കിയത് എന്നും കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കോടതി റിജിനെ ഐസക്കിനെ വെറുതെ വിടുന്നു. കേബിനിൽ ഇരുന്ന് വാർത്ത കാണുകയായിരുന്നു ശ്രീ. ഈ വാർത്ത കേട്ടപ്പോൾ സന്തോഷത്തോടൊപ്പം സമാധാനവും തോന്നി അവൾക്ക്. റിജിൻ ഐസക് IAS എടുക്കുന്നതിനു മുമ്പ് ഒരിക്കൽ രാത്രിയിൽ 5ഓളം വരുന്ന കാമഭ്രാന്തന്മാരുടെ ഇടയിൽ പെട്ടുപോയ അവളെ രക്ഷിച്ച പുരുഷൻ. ആ ഒരു സംഭവം ഉള്ളിലുള്ളത് കൊണ്ടു തന്നെയാണ് അവൻ ഈ കേസിൽ നിരപരാധിയാണെന്ന് വിശ്വസിച്ചതും ആ വിശ്വാസം തെറ്റിയില്ല എന്ന് പിന്നെ മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് മുന്നും പിന്നും നോക്കാതെ അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചതും. ഇന്ന് അവന് നീതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം ഓർക്കെ അവൾക്ക് വല്ലാത്തൊരു സന്തോഷവും ആത്മസംതൃപ്തിയും തോന്നി. അധികം വൈകാതെ റിജിനിന്റെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള വിളിയും അവളെ തേടിയെത്തിയിരുന്നു. ഫോൺ വെച്ചു കഴിഞ്ഞപ്പോഴാണ് ഡോർ തുറന്നുകൊണ്ട് കിരൺ അങ്ങോട്ട് വന്നത്. അവനെ കണ്ട അവൾ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. "ഇരുന്നോ ശ്രീ," അവൻ പറഞ്ഞു. "ആ." അങ്ങനെ ശ്രീ ഏറ്റെടുത്ത മറ്റൊരു പ്രധാന കാര്യം കൂടെ തീർപ്പായിരിക്കുന്നു അല്ലേ? അവൻ ജയിൽ മോചിതനായില്ലേ? അതെ, വളരെ സന്തോഷം തോന്നുന്നു ആ വാർത്ത കേട്ടപ്പോൾ. അവൻ അന്ന് വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇന്നൊരു ഇരയായി മാറിയേനെ. ആ കടപ്പാട് എന്നും അവനോടെനിക്കുണ്ട്. മനസ്സിലായടോ? അല്ല മോളെ, ട്രീറ്റൊന്നും ഇല്ലേ? ഇപ്പൊ വേണോ സാർ? ഞാൻ ആകെ വിഷമത്തിലാണെന്ന് സാറിനറിയാലോ. കണ്ണുകൾ ദൂരേക്ക് പായിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു. എന്തോന്നാടി അത്? അത് വിട്. അവന് നിന്നെ കിട്ടാനുള്ള യോഗ ഇല്ല. നിനക്ക് പറ്റിയ മറ്റൊരു ചെക്കൻ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുണ്ടടോ. ചുണ്ടിലൊരു കള്ളച്ചിരിയോടെ കിരൺ പറഞ്ഞു. അവന്റെ ചുണ്ടിലെ ആ ചിരി അവൾ കണ്ടതേയില്ല. പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിച്ചു കാണിക്കാൻ വലിയ പ്രയാസമാണ്. അവൾ പറഞ്ഞു. വിട്ടുകള പെണ്ണേ അത്. പിന്നെ ഞാൻ വന്നത് അടുത്ത ആഴ്ച ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ. എല്ലാം കൃത്യമായി ചെയ്യണം. പിന്നെ എഗെയിൻ ഒരു കൺഗ്രാറ്റ്സ് കൂടെ. താങ്ക് യു സാർ. പിന്നെ എല്ലാ കാര്യവും ഞാൻ കൃത്യമായി ചെയ്തോളാം. ഓക്കെ, ബൈ. ബൈ സാർ. ആ സംഭാഷണം അവിടെ അവസാനിച്ചു. തിരികെ തന്റെ ക്യാബിനിലേക്ക് പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞവളെ നോക്കാൻ കിരൺ മറന്നില്ല. ഓഫീസിൽ നിന്നും വീട്ടിലെത്തി അവൾ കണ്ടു ഉമ്മറത്ത് ഇരിക്കുന്ന വിവേകിനെയും അപ്പച്ചിയെയും. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചാണ് അപ്പച്ചിയുടെ വരവെന്ന് അവരുടെ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. തന്നെ നിറകണ്ണുകളോടെ നോക്കുന്ന അച്ഛനെ കാണെ ഹൃദയമൊന്നു നൊന്തുവെങ്കിലും അവൾ ചുണ്ടിൽ ഒരു കൃത്രിമ പുഞ്ചിരി വിരിയിച്ചു. അല്ല, ഇതാരാ അപ്പച്ചിയോ? കുറെ നേരമായോ വന്നിട്ട്? അവൾ അവരോടായി ചോദിച്ചു. അവളുടെ മുഖത്ത് യാതൊരു വിഷവും കാണാത്തത് അപ്പച്ചിയിലും വിവേകിലും അതിശയം സൃഷ്ടിച്ചു. കുറെ നേരമായി ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്തേ പ്രത്യേകിച്ച്? മറ്റൊന്നുമില്ല. ഇവന്റെ വിവാഹം ഞാനങ്ങ് നിശ്ചയിച്ചു. മറ്റന്നാൾ നിശ്ചയമാണ്. നിങ്ങൾ രണ്ടുപേരും വരണം. പിന്നെ കഴിഞ്ഞതൊക്കെയും മറക്കണം. എന്റെ മോന്റെ ജീവിതം നീ തകർക്കരുത്. ഇതൊരമ്മയുടെ അപേക്ഷയാണ്. അപ്പച്ചിയുടെ നാവിൽ നിന്നും വീണ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെ തുളച്ചു കയറി. വല്ലാത്തൊരു മരവിപ്പോടെ അവൾ അവരെ നോക്കി. അവരുടെ മുഖത്തെ പുച്ഛം അവളിലെ വിഷമത്തെ വീണ്ടും വീണ്ടും ആഴത്തിൽ മുറിവേൽപ്പിച്ചു. പക്ഷെ ആർക്കു മുന്നിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ആണോ? നല്ല തീരുമാനം. വെറുതെ എന്നെയൊക്കെ കെട്ടി ഏട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ വരാൻ ശ്രമിക്കാം നിശ്ചയത്തിന്. ഉറപ്പില്ല. ഓഫീസിൽ ഇപ്പോൾ നല്ല ജോലിയുണ്ട്. ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തി. ഇത് കേൾക്കെ വിവേകിന്റെ ഹൃദയം നൂറായി ചീന്തി. അതിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ ഇടതടവില്ലാതെ ഒഴുകി. അപ്പച്ചി അവളുടെ മറുപടി വായും തുറന്ന് അവളെ നോക്കിയൊന്നു പോയി. അതിന് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ചായ കുടിച്ചായിരുന്നോ? ആ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കേ. അപ്പച്ചിക്ക് ശ്രീയുടെ മറുപടിയൊക്കെ കേട്ടപ്പോൾ ആകെ വല്ലാത്തൊരു മടുപ്പ്. അവര് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കി. അപ്പോഴും വിവേക് അവളെ നിറകണ്ണുകളോടെ നോക്കി. അവൾ അത് നടക്കില്ല എന്ന് പറയും എന്ന് അവൻ വിചാരിച്ചു. പക്ഷേ അതുണ്ടായില്ല. പെട്ടെന്ന് തന്നെയുള്ള കല്യാണ നിശ്ചയവും ശ്രീയുടെ തുറന്നടിച്ച മറുപടിയും അവനെ പാടെ തകർത്തു.